പെരിയ കൊലക്കേസ് പാർട്ടിയുമായിട്ട് ബന്ധപ്പെട്ട ഒന്നല്ല. അതിൽ ശരിയല്ലാത്ത നിലപാട് സ്വീകരിച്ചവർക്കെതിരായിട്ട് പാർട്ടി നടപടി സ്വീകരിച്ചിട്ടുണ്ട്. നമസ്കാരം. ഞങ്ങൾ അന്നേ പറഞ്ഞില്ലേ CBI കൂട്ടിലടച്ച തത്തയാണ്. കൂട്ടിൽ നിന്ന് ഇറങ്ങിയ തത്ത ആരുടെയോ നിർദ്ദേശപ്രകാരം ചീട്ട് പെറുക്കി അടുക്കുന്നത് പോലെ തന്നെയാണ് ഇപ്പോൾ കാര്യങ്ങൾ നടന്നിരിക്കുന്നത്. പെരിയ ഇരട്ട കൊലപാതക കേസിൽ പ്രതികളായി ശിക്ഷിക്കപ്പെട്ട 4 പേരുടെ ശിക്ഷ ഹൈക്കോടതി സ്റ്റേ ചെയ്തതിൻ്റെ പശ്ചാത്തലത്തിൽ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ സംസാരിച്ചപ്പോഴാണ് CBIയെക്കുറിച്ച് ഇത്തരം പരാമർശങ്ങൾ നടത്തിയത്. ഈ കേസിൽ CPM നേതാക്കളെ കൊടുക്കുന്നതിന് വേണ്ടി ഗൂഢാലോചന എന്നൊരു ഭാഗം CBI എഴുതി ചേർക്കുകയായിരുന്നു. അതാണ് കൂട്ടിലെ തത്ത എന്ന് ഞങ്ങൾ പറഞ്ഞത്. കൂട്ടിലെ തത്ത ആരുടെയൊക്കെ നിർദ്ദേശങ്ങൾ അനുസരിച്ച് പാട്ടുപാടുന്ന ഒരു കിളിയാണ്. ഇതുപോലെ തന്നെയാണ് CBIയും. CPMന്റെ നേതാക്കൾ ആരും തന്നെ പെരിയ കൊലപാതകവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിട്ടില്ല. അഥവാ അത്തരത്തിൽ CPMന്റെ പ്രവർത്തകർ ആരെങ്കിലും വഴിവിട്ട് പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ അവർക്കെതിരെ പാർട്ടി നടപടിയും കൈക്കൊണ്ടിട്ടുണ്ട്. എന്നാൽ പാർട്ടിയുടെ സമുന്നതരായ നേതാക്കളെ ഇതിൽ ഉൾപ്പെടുത്തുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി കോൺഗ്രസും BJPയും ചേർന്ന് നടത്തിയ ചില ഗൂഢാലോചനയുടെ ഫലം തന്നെയാണ് CBI വരുന്നതും CBI ഗൂഢാലോചനയുടെ ഭാഗം എഴുതി ചേർത്തുകൊണ്ട് CPMന്റെ സമുന്നതരായ പലരെയും ഈ കേസിൽ കൊണ്ടുവന്നത്. അങ്ങനെയാണ് ഉദുമ MLA ആയ കുഞ്ഞിരാമൻ ഈ കേസിൽ ഉൾപ്പെടുന്നതും അദ്ദേഹത്തെ ഉൾപ്പെടുത്തുന്നതും. എന്തായാലും ഇത് കൃത്യമായ ഒരു അജണ്ടയുടെ ഭാഗമായി CBI ചെയ്ത കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ CPMന് ഇതിൽ യാതൊരു തരത്തിലും പങ്കില്ല. ഇനി മേൽക്കോടതിയെ സമീപിക്കേണ്ടി വന്നാലും തീർച്ചയായും ഈ കേസുമായി മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് MV ഗോവിന്ദൻ പറഞ്ഞത്. അതായത് പെരിയയിൽ കൊലപ്പെട്ട കൃപേഷും ശരത്തും എന്നും പറഞ്ഞ 19ഉം 23ഉം വയസ്സിൽ 2 ചെറുപ്പക്കാരുടെ കൊലപാതകത്തിൽ CPMന് പങ്കില്ല എന്ന് തന്നെയാണ് MV ഗോവിന്ദൻ ഇപ്പോഴും മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നു നിന്നുകൊണ്ട് പറഞ്ഞത്. ഈ കേസിൽ CBI കോടതി ശിക്ഷിച്ചിരുന്ന 4 പേരെ ഹൈക്കോടതി ആ ശിക്ഷ സ്റ്റേ ചെയ്തുകൊണ്ട് ഉത്തരവ് ഇറക്കിയപ്പോഴാണ് MV ഗോവിന്ദൻ ഇത്തരത്തിൽ സംസാരിച്ചത്. ഇനി ബാക്കിയുള്ള ആളുകളെ കൂടി ശിക്ഷയിൽ നിന്ന് വിമുക്തരാക്കാൻ വേണ്ടി മേൽക്കോടതിയിൽ അപ്പീലുമായി പോകും എന്ന് തന്നെയാണ് MV ഗോവിന്ദൻ പറഞ്ഞത്. എന്തായാലും ഇത് മേൽക്കോടതി അല്ലല്ലോ, അല്ലെങ്കിൽ ഇതിനു മുകളിൽ കോടതി ഉണ്ടല്ലോ എന്നുള്ള വാദം തന്നെയായിരുന്നു MV ഗോവിന്ദന്റെ വാക്കുകളിൽ ഉടനീളം തെളിഞ്ഞു നിന്നത്. ഈ സാഹചര്യത്തിൽ, അതായത് പെരിയ ഇരട്ട കൊലപാതക കേസിൽ ശിക്ഷിക്കപ്പെട്ട ആളുകളുടെ ശിക്ഷ ഹൈക്കോടതി സ്റ്റേ ചെയ്തതിൻ്റെ പശ്ചാത്തലത്തിൽ മുൻ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായ PP ദിവ്യയും മുൻ മന്ത്രിയായ ശ്രീമതി ടീച്ചറുമെല്ലാം ഇവരെ ജയിലിലെത്തി കണ്ടിട്ടുണ്ടായിരുന്നു. എത്രയും വേഗം തന്നെ ഇവരെ കോടതി വിധി വന്നതിൻ്റെ പശ്ചാത്തലത്തിൽ എത്രയും വേഗം ഇവരെ ജയിലിൽ നിന്ന് പുറത്തിറക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ADM നവീൻ ബാബുവിൻ്റെ വധവുമായി ബന്ധപ്പെട്ട് CBI അന്വേഷണം വരികയാണെങ്കിൽ തീർച്ചയായും PP ദിവ്യയും MV ഗോവിന്ദനും അടക്കമുള്ള പല ആളുകളും കുടുങ്ങും എന്നുള്ള ആരോപണങ്ങൾ കേരള സമൂഹത്തിൽ സുശക്തമായി തന്നെ നിൽക്കുമ്പോൾ തന്നെയാണ് ഇപ്പോൾ പെരിയ ഇരട്ട കൊലപാതക കേസിൽ CBI കോടതി ശിക്ഷിച്ച 4 പ്രതികളെ ഹൈക്കോടതി ആ പ്രതികളുടെ ശിക്ഷ സ്റ്റേ ചെയ്തുകൊണ്ട് ഉത്തരവ് വന്നിരിക്കുന്നത്. എന്തായാലും അത് പ്രതികൾക്ക് ജാമ്യം കിട്ടുന്നതിന് തുല്യം തന്നെയായി. ഈ വിഷയത്തിൽ CPMന്റെ നിരപരാധിത്വം വ്യക്തമാക്കിക്കൊണ്ട് CBI ഇപ്പോഴും കൂട്ടിലടച്ച തത്തയാണ് എന്ന് ആവർത്തിച്ചുകൊണ്ട് MV ഗോവിന്ദൻ മാധ്യമങ്ങളോട് സംസാരിച്ചതിന്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം. പെരിയ കേസ് സംബന്ധിച്ച് ഇന്നലെ പത്രസമ്മേളനത്തിൽ പാർട്ടി നിലപാട് വ്യക്തമാക്കിയിരുന്നു. പെരിയ കൊലക്കേസ് പാർട്ടിയുമായിട്ട് ബന്ധപ്പെട്ട ഒന്നല്ല. അതിൽ ശരിയല്ലാത്ത നിലപാട് സ്വീകരിച്ചവർക്കെതിരായിട്ട് പാർട്ടി നടപടി സ്വീകരിച്ചിട്ടുണ്ട്. എന്നാൽ അതിനെ രാഷ്ട്രീയ രൂപത്തിലേക്ക് മാറ്റുന്നതിന് വേണ്ടിയാണ് UDFും BJP ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികളും അതിന്റെ തുടർച്ചയായി CBIയും ശ്രമിച്ചത്. CBI പാർട്ടി നേതൃത്വത്തിനെ ഇതിന്റെ ഭാഗവാക്കാക്കുന്നതിന് വേണ്ടി അവർ ചെയ്തത് ഗൂഢാലോചന എന്ന ഒരു ഭാഗം ചേർത്ത് അത് പാർട്ടി ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം KV കുഞ്ഞിരാമൻ ഉൾപ്പെടെ, മണികണ്ഠൻ ഉൾപ്പെടെ, ഭാസ്കരൻ ഉൾപ്പെടെയുള്ള സഖാക്കളെയെല്ലാം ഈ കേസിന്റെ ഭാഗമാക്കി മാറ്റുകയാണ് ചെയ്തത്. അത് രാഷ്ട്രീയ പ്രേരിതമാണ് എന്ന് അന്നേ ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചു. അപ്പോൾ രാഷ്ട്രീയ പ്രേരിതമായ ഈ ഒരു CBI മറ്റു കോൺഗ്രസ് BJP രാഷ്ട്രീയ പാർട്ടികളുടെ നിലപാടിനോട് അന്നേ ശക്തിയായിട്ടുള്ള എതിർപ്പ് ഞങ്ങൾ പ്രകടിപ്പിച്ചിട്ടുണ്ട്. കോടതി വിധി വന്നപ്പോഴും ആ കാര്യം ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ഗൂഢാലോചന എന്ന കാര്യം
CBI കോടതി തന്നെ അംഗീകരിച്ചിട്ടില്ല. അപ്പോ ഈ ശിക്ഷക്കെതിരായി ഫലപ്രദമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് ഏതറ്റം വരെ പോകണോ ആ അറ്റം വരെ പോകുമെന്നാണ് ഇന്നലെ ഞങ്ങൾ പറഞ്ഞത്. അതിപ്പോഴും ഹൈക്കോടതി ആ ശിക്ഷ യഥാർത്ഥത്തിൽ ജാമ്യം നൽകുന്ന തലത്തിലേക്ക് എത്തിയിരിക്കുന്നു. അത് വളരെ ആശ്വാസകരമായ ഒരു കാര്യമാണ്, സത്യസന്ധമായ ഒരു കാര്യമായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. കേസ് എന്ന രീതിയിൽ കൈകാര്യം ചെയ്ത് മുമ്പോട്ടേക്ക് പോവുകയും ചെയ്യും. ഇതാണ് ചൂണ്ടിക്കാണിക്കാനുള്ളത്.